കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ അനുവദിച്ചു. ഇങ്ങനൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം? ഈ ഒരു സബ്ജക്റ്റിന്റെ നിയമവശങ്ങളും യഥാർത്ഥ വസ്തുതകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ശ്രീലക്ഷ്മി അജേഷ്. ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി. എന്താണ് വാർദ്ധക്യകാല പെൻഷൻ? വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക്, 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര വരുമാനമില്ലാത്തവരോ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരോ ആണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേമ പെൻഷനുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ. നിലവിൽ ഇത് 1600 രൂപയാണ്. ഒത്തിരി കുടിശ്ശികയുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ബജറ്റിൽ കുടിശ്ശിക തീർക്കുമെന്നും പറയപ്പെടുന്നു. ഇനി കന്യാസ്ത്രീകൾക്ക് എങ്ങനെയാണ് പെൻഷൻ കൊടുക്കാൻ കഴിയുക? അതിന്റെ ആവശ്യം എന്ത്? അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ആരാണ് കന്യാസ്ത്രീകൾ എന്നുള്ളതാണ്. കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. അവരുടെ വോട്ടും കൂടെ കൊണ്ടാണ് അതാത് സർക്കാരുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അവർക്ക് യോഗ്യതയും അവകാശവും ഉണ്ട് എന്നുള്ളത് നിയമവശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിര വരുമാനമില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ നൽകുന്നത്. ഇതിന് സാമ്പത്തിക മാനദണ്ഡം മാത്രമേ ഉള്ളൂ, അല്ലാതെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും തന്നെ മാനദണ്ഡമല്ല. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ സ്ഥിര വരുമാനമില്ലാത്തവരുടെ കാറ്റഗറിയിൽ തന്നെയല്ലേ ഈ കന്യാസ്ത്രീകളും വരിക? അങ്ങനെയാണ് നിയമപരമായി അവർക്കും ഇതിന് യോഗ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ധാർമ്മികമായി തന്നെ നമുക്കിതിനെ ചിന്തിക്കാം. ധാർമ്മികമായി പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കന്യാസ്ത്രീകൾക്ക് സർക്കാർ പെൻഷൻ നൽകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും കന്യാസ്ത്രീകളെ കാണുന്നവരാണ്. മഠവുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉള്ളവരാണ്. നമ്മൾ സഹകരിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ മഠങ്ങളിൽ ജീവിക്കുന്ന അച്ഛന്മാർക്കാണെന്നുണ്ടെങ്കിലും അമ്മമാർക്കാണെങ്കിലും, കന്യാസ്ത്രീകൾക്കാണെങ്കിലും വളരെ നല്ല ജീവിതമാണ് അതാത് സഭകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, അതുപോലെ തന്നെ നല്ല ചികിത്സയും നല്ല വിദ്യാഭ്യാസവും. എത്ര പഠിക്കണം എന്ന് ആഗ്രഹിച്ചാലും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യവും സൗകര്യവും അതാത് സഭകൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണ്? നല്ല രീതിയിൽ നല്ല കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന അവരുടെ സേവനം ഈ മഠങ്ങൾ അല്ലെങ്കിൽ ഈ സഭകൾ എടുക്കുന്നതും അവരവരുടെ സ്ഥാപനത്തിലേക്ക് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു PhD ഒക്കെ കഴിഞ്ഞ ഒരു സിസ്റ്റർ അവർ അധ്യാപികയായി ജോയിൻ ചെയ്യുന്നത് മഠത്തിന്റെ ഒരു കോളേജിലാണെങ്കിൽ, ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്രൊഫസർക്ക് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസർക്ക് എത്ര രൂപ വരുമാനം കിട്ടും? നമുക്കൊരു 1.5 ലക്ഷം മിനിമം വെക്കാം, അല്ലെങ്കിൽ ഒരു 1 ലക്ഷം വെക്കാം. ഒരു കണക്കാണ്, 1 ലക്ഷം വെക്കാം. ഈ 1 ലക്ഷം രൂപ അവരൊരു 28ഓ 30ഓ വയസ്സിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 55 വയസ്സ് വരെ എല്ലാ മാസവും 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ശമ്പള സ്കെയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തെ ഞാൻ പറയുന്നില്ല. നമ്മൾ 1 ലക്ഷം വെച്ച് തന്നെ പറഞ്ഞാല് ഈ പറയുന്ന 30 വയസ്സിൽ ജോയിൻ ചെയ്താൽ 25 വയസ്സ് വരെ, അതായത് 25 കൊല്ലം, 25 × 12 × 1 ലക്ഷം രൂപ ഈ സഭയ്ക്ക് ഈ ഒരു സിസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതല്ല, ഈ സിസ്റ്ററിന് പകരം മറ്റൊരു ടീച്ചറിനെയാണ് പുറത്തുനിന്ന് വെച്ചാൽ ആ പൈസ ടീച്ചർക്കല്ലേ പോവുള്ളൂ. അപ്പൊ സഭയ്ക്ക് അത് നഷ്ടമാണ്. എന്നാൽ അതേസമയം ഈ ഒരു സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്ററുടെ ജീവിത ചെലവുകൾ മാത്രമേ സഭ വഹിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സഭകൾ എപ്പോഴും തങ്ങളുടെ സന്യാസിമാരെ വളരെ നല്ല രീതിയിൽ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 1600 രൂപ പെൻഷനായി ഈ കന്യാസ്ത്രീകൾക്ക് കിട്ടേണ്ട കാര്യമില്ല. പണ്ട് കാലങ്ങളിൽ ഇത്, അതായത് കുറച്ചു നാൾക്ക് മുന്നേ വരെ സഭ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ സിസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തരുത് എന്ന് എവിടെയും പറയാതെ പറഞ്ഞിരുന്നു എന്നാണ് കേൾക്കപ്പെടുന്നത്. കാരണം അവരൊക്കെ ഒരു കുറച്ചിലായിട്ടാണ് അവരത് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ പബ്ലിക്കായിട്ട് കന്യാസ്ത്രീകൾക്കും ഇങ്ങനെ പെൻഷന് അവകാശമുണ്ട് എന്ന് പറയുന്നു. അത് അവർ വാങ്ങാൻ വരുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചിലപ്പോ ഒരു പക്ഷേ ഈ ക്രിസ്തീയ വോട്ടുകൾ കിട്ടാനുള്ള ഒരു വഴിയാണോ അല്ലെങ്കിൽ ഒരു മാർഗമാണോ എന്നും നമുക്കറിയില്ല. പക്ഷെ അതൊരു നല്ല മാർഗമായിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഞാനൊരു എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പൊ അവരെല്ലാരും പറയുന്നത് ഞങ്ങളുടെ മഠത്തിന് അങ്ങനെ സിസ്റ്റേഴ്സിന് പെൻഷൻ തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നന്നായിട്ട് സിസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് എന്നാണ്. അതായത് സിസ്റ്റേഴ്സ് ഉള്ള ഫാമിലിയിലുള്ളവരോട് ഞാൻ സംസാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്കൊന്നും അതിന്റെ കാര്യമില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ സിസ്റ്റേഴ്സിന് തന്നെ ചിലർ മഠത്തിൽ ചേരുന്ന സമയത്ത് അവർക്ക് നല്ല പാരമ്പര്യ സ്വത്ത് ഉണ്ടാവും. ആ പാരമ്പര്യ സ്വത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ സ്വത്ത് കയ്യവകാശം അല്ലെങ്കിൽ നിയമപരമായ അവകാശം ഈ സിസ്റ്ററിന്റെ പേരിലാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ആദായം എടുക്കാനോ അനുഭവിക്കാനോ ഈ സിസ്റ്ററിന് അവകാശമില്ല.
ഒന്നുകിൽ അത് മഠത്തിന് എഴുതി കൊടുക്കണം, അതായത് സഭയ്ക്ക് എഴുതി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എഴുതി കൊടുക്കണം. സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ഇനി ഈ 1600 രൂപ അവർക്ക് ഈ പറഞ്ഞ സിസ്റ്റേഴ്സിന് കിട്ടിയാൽ തന്നെ അതും ഈ സഭയിലേക്കാ പോവുക, അല്ലാണ്ട് അവരുടെ ആവശ്യങ്ങൾക്കല്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ ഓൾറെഡി സഭ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ധാർമ്മികമായി പറഞ്ഞാൽ ഈ 1600 രൂപ സഭയ്ക്ക് സർക്കാർ കൊടുക്കുന്നു എന്നുള്ള ലേബലിലായിരിക്കും അത് വിശകലനം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു അധിക ബാധ്യത ഏറ്റെടുക്കുന്നതിന് പകരം കുറച്ചുകൂടെ എമൗണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നവരുടെ എണ്ണം കൂട്ടുകയോ ആണ് ചെയ്യേണ്ടത്. 1600 രൂപ കൊണ്ട് എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ ഭക്ഷണമോ എല്ലാം കൂടെ നടത്താൻ ഒരു സാധാരണ ഒരു സീനിയർ സിറ്റിസണിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ്. അത്രയേറെ വിലക്കയറ്റത്തിന് നടുവിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ സർക്കാർ ചിന്തിക്കേണ്ട അതാണ്, അർഹതപ്പെട്ടവരിലേക്ക് ആനുകൂല്യം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ജോലി. കാരണം ഈ സർക്കാർ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവൻ ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക്കിന്റേതാണ്. അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മേടിച്ച് അർഹതപ്പെട്ടവന് കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് സർക്കാർ. അപ്പൊ സർക്കാരിന്റെ ഇഷ്ടമനുസരിച്ച് ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് അനുചിതം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അതുകൊണ്ടൊരു ഉപയോഗവുമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഉപയോഗമുള്ള, അത് മാത്രം ആശ്രയമുള്ള ജനങ്ങളെയാണ് സർക്കാർ കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കണോ കൊടുക്കണ്ടയോ? ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം.